The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, welcome back to our new session of science class. Okay, so last class we were discussing about how the waste are removed from our body. So our waste are removing from our body through urine, sweat and as well as in the form of air, carbon dioxide. And we have discussed about the organs which are helping to remove these waste from our body. So we'll go to our conclusion part. How can I ensure that my digestive and excretory system are healthy? എൻ്റെ excretory system digestive system എങ്ങനെയാണ് healthy ആണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നത്. Okay, so how we can ensure our digestive system and excretory system healthy? So for that, let's do an activity, that is activity 4.9. Imagine that your stomach has just digested a large meal. അപ്പോൾ നമ്മളുടെ സ്റ്റൊമക്ക് ഒരു വലിയൊരു മീല് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. യുവർ സ്റ്റൊമക്ക് ഹാസ് ഡൈജസ്റ്റഡ് എ ലാർജ് മീൽ. അനദർ മീൽ കംസ് ഡൗൺ ദ ഫുഡ് പൈപ്പ്. അപ്പോഴാണ് ഫുഡ് പൈപ്പിലൂടെ അനദർ മീൽ ഈസ് കമ്മിങ് ടു ദ സ്റ്റൊമക്ക്. സോ ഹൗ ഡു യു തിങ്ക് യുവർ സ്റ്റൊമക്ക് വുഡ് റിയാക്ട്? അപ്പോൾ നിങ്ങളുടെ സ്റ്റൊമക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? എന്തായിരിക്കും സ്റ്റൊമക്കിൻ്റെ അവസ്ഥ? അപ്പോൾ ഒരു ലാർജ് മീലൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു സമയത്ത് പിന്നെയും ഫുഡ് പൈപ്പിലൂടെ പിന്നെയും ഫുഡ് വരികയാണെങ്കിൽ സ്റ്റൊമക്കിന് എന്തായിരിക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവുക? ബിക്കോസ് യുവർ സ്റ്റൊമക്ക് വിൽ ബി ഫുൾ അല്ലേ? അപ്പോൾ യു ഹാവ് ടു റൈറ്റ് സ്റ്റൊമക്ക് ഫീൽസ് ഫുൾ. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. ഓക്കെ, we know that food gives our body the ability to do different activities. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഫുഡാണ് നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യണത് അല്ലേ? സോ however this does not mean that we need to constantly eat. അപ്പോൾ അതിനർത്ഥം നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല. Our body can digest only a certain amount of food at a time. അല്ലേ? നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു certain amount of food മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സമയത്ത്. ഓവർ ഈറ്റിംഗ് വിൽ മേക്ക് അവർ ഓർഗാൻസ് ടു ടയേർഡ് ടു വർക്ക് പ്രോപ്പർലി. അല്ലേ? കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യും അല്ലേ? പിന്നെ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഈസ് ദ എമൗണ്ട് നീഡഡ് ഫോർ അവർ ബോഡി? ദാറ്റ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് ഓൺലി we are taking. So overeating is harmful to our body. Clear? On the other hand, skipping meals or eating food at irregular times also harms the body. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ചില മീൽസൊക്കെ സ്കിപ്പ് ചെയ്യും. ശരി, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കും. അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ടൈമിൽ ഫുഡ് കഴിക്കും. ഇതെല്ലാം ബോഡിക്ക് നല്ലതാണോ? നോ, ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ടു അവർ ബോഡി. Without food to digest, the digestive juices secreted can harm our digestive system. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എപ്പോഴും ഓരോ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഓർഗാൻസിൽ ഫുഡ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ എന്താ പറ്റുക? ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഓൾറെഡി അവിടെ സെക്രീഷൻ നടക്കുന്നുണ്ട്, അവിടെ ഫുഡും എത്തിയിട്ടില്ല. സോ ഇറ്റ് വിൽ ലെഡ് ടു സം സോർട്ട് ഓഫ് അൺഈസിനെസ് അല്ലേ? പല അസുഖങ്ങളും വരും. അസിഡിറ്റി വരാറുണ്ട്, ഗ്യാസ് വരാറുണ്ട് അല്ലേ? വയറ് വേദനിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഫുഡ് ഇല്ലാത്തൊരവസ്ഥയിൽ ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് എല്ലാം അവിടെ സെക്രീറ്റ് ചെയ്യൽ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ഫങ്ഷൻ ചെയ്യാനുള്ള പ്രോപ്പർ ഫുഡ് അവിടെ ഇല്ലെങ്കിൽ സോ വി വിൽ ഫീൽ അൺഈസിനെസ് ബൈ ദിസ് അസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലം എക്സെട്ര. ക്ലിയർ?
So we should eat fresh and healthy meals that are prepared hygienically at regular intervals through the day. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും ഹെൽത്തിയും ഹൈജീനിക്കുമായിട്ടുള്ള ഫുഡ് റെഗുലർ ടൈമിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. Food that is chewed thoroughly and eaten slowly is a treat to the digestive system. അപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഈറ്റ് അവർ ഫുഡ് ഇൻ എ പ്രോപ്പർ മാനർ. ദാറ്റ് ഈസ് വി ഷുഡ് ഈറ്റ് അവർ എനി ഫുഡ് ഐറ്റം ച്യൂ പ്രോപ്പർലി. അപ്പോൾ ച്യൂയിങ് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ഹാഫ് പോർഷൻ ഓഫ് ഡൈജഷൻ അവിടെ നടക്കുകയാണ്. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ് ആണ് നടക്കുന്നത്. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഓരോ ഓർഗാൻസിന് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ ദ ഡൈജഷൻ പ്രോസസ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കണം, ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, പിന്നെ റെഗുലർ ടൈമിൽ വേണം ഫുഡ് കഴിക്കാൻ. ആൻഡ് ഷുഡ് ഈറ്റ് ഇൻ എ പ്രോപ്പർ മാനർ. Keeping our digestive system healthy also ensures that our excretory system functions well. ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്തി ആയിട്ട് വെക്കുന്നത് മൂലം നമ്മളുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഓൾസോ വിൽ ബി ഹെൽത്തി അല്ലേ? അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്തി ആയി വെച്ചാൽ എക്സ്ക്രീറ്ററി സിസ്റ്റവും ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും. For example, water not only helps in digestion of food but also helps our kidneys filter out toxins from our body. അപ്പോൾ ഡൈജഷന് മാത്രമല്ല നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലേ വാട്ടർ കണ്ടൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ അവർ എക്സ്ക്രീറ്ററി പ്രോസസ്സിങ് ഓൾസോ. കിഡ്നീസ് ഫിൽറ്ററിങ് എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? അവിടെ ഫിൽറ്ററിങ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ദിസ് വാട്ടർ ഈസ് നെസസറി ഓവർ ദർ ഓൾസോ. We already know that water is an important part of our diet. A good way to know if our body is getting enough water is to observe the color of our urine. നമ്മളെപ്പോഴും നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണ്? എപ്പോഴും പറയുമ്പോൾ ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. നിറയെ വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആവും. തന്മൂലം ദിസ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഓൾസോ വിൽ ഫങ്ഷൻ പ്രോപ്പർലി. അപ്പോൾ വെള്ളം കൃത്യമായി കുടിക്കാത്തവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ യൂറിൻ്റെ കളറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ആസ് വെൽ ആസ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ക്ലിയർ? Here is a chart that will help you monitor your water intake. First one, your urine should be pale yellow in color. This means that your body is healthy and well hydrated. So pale yellow color ആണ് നിങ്ങളുടെ യൂറിൻ എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? Your body is healthy and you are well hydrated. അതായത് വെൽ ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പറായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ട്. Next one, if your urine is completely clear, you probably drank too much water. Your urine is orange or dark yellow, you are probably dehydrated. You need to drink water immediately. അപ്പോൾ യൂറിൻ ഓറഞ്ച് അല്ലെങ്കിൽ ഡാർക്ക് യെല്ലോ ആണെങ്കിൽ എന്താണ്? നിങ്ങൾ വെള്ളം കുടിച്ച അളവ് വളരെ കുറവാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ അവിടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. സോ യു ഹാവ് ടു ഡ്രിങ്ക് മോർ വാട്ടർ. Understood? So your urine should be pale yellow. That is the moderate level. Okay. It is normal to urinate 4 to 7 times in a day. അപ്പോൾ ഒരു ദിവസത്തിൽ 4 മുതൽ 7 വരെ പ്രാവശ്യം യൂറിനേറ്റ് ചെയ്യണം. Sometimes we do not have a toilet nearby, or if we are busy with work, we hold the urge to urinate, thus failing to urinate on time. This is unhealthy as the toxins remain inside our body for longer periods, causing infections. അപ്പോൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് യൂറിനേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു എർജ് അല്ലേ, ആ ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അവിടെ പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് ഇല്ലാത്ത കാരണം വി വിൽ സ്റ്റോപ്പ് ദാറ്റ് അല്ലേ, പോവാതെ ഇരിക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇരിക്കരുത് എന്നാണ് പറയുന്നത്. യൂറിൻ എപ്പോഴും പിടിച്ചു നിർത്താൻ പറ്റില്ല. So you have to urinate properly at proper intervals. Next activity, that is 4.10. Observe the posture with important rules to follow while using the toilet. Use the images as clues and complete the posture.
So the toilet rules: do your job neatly. So you have to put tick there. Do not urinate dash the urinal. ഇപ്പോൾ യൂറിനലിൻ്റെ എവിടെ യൂറിനേറ്റ് ചെയ്യരുതെന്നാ പറയണത്? യെസ്, യു ഹാവ് ടു റൈറ്റ് ഔട്ട്സൈഡ്. നെക്സ്റ്റ് വൺ, ഓൾവേസ് ഡാഷ് ആഫ്റ്റർ യു യൂസ് ദ ടോയ്ലറ്റ്. അപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓൾവേസ് യു ഹാവ് ടു ഫ്ലഷ്. സോ റൈറ്റ് ഫ്ലഷ് ദർ. നെക്സ്റ്റ് വൺ, ഐ എം ബിസി, please hurry. Do not make people dash for too long to use the toilet. Do not make people wait for too long to use the toilet. Next one, always dash your hands after you use the toilet. നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ ശേഷം always you should wash your hands. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഹൈജീനിൻ്റെ പാർട്ടാണ്. അപ്പോൾ ടോയ്ലറ്റിൽ ചില റൂൾസ് ഉണ്ട്, ആ റൂൾസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, ആരെയും കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. പിന്നെന്താണ്, നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, യൂറിൻ ചെയ്യണ സമയത്ത് ഔട്ട്സൈഡ് ഒന്നും യൂറിനേറ്റ് ചെയ്യരുത്. പിന്നെ എപ്പോഴും ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫ്ലഷ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ ശേഷം ദെൻ വി ഹാവ് ടു വാഷ് അവർ ഹാൻഡ്സ് പ്രോപ്പർലി. ക്ലിയർ? So thank you for keeping the toilets clean. We should always be care of keeping our toilets clean. അല്ലേ? അതൊക്കെ നമ്മളുടെ ഹെൽത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഹെൽത്ത് ആൻഡ് ഹൈജീനിക്കിൽ വരുന്നതാണ് ഈ ടോയ്ലറ്റ് റൂൾസ്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ യൂസിങ് ദ ടോയ്ലറ്റ്. Next, let us discuss how to keep our digestive and excretory system healthy. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും എക്സ്ക്രീറ്ററി സിസ്റ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കും. Activity 4.11, observe the images in figure 3. Place a tick if you think the action shown in the image is healthy for your digestive or excretory system. Cross it out if you think the action is harmful. So the first one, what is that? What that boy is doing? See, the flies are there in his food. Is it a right way of eating food? No. So you have to put wrong. Next one, I enjoyed playing with my pet dog. Let me wash my hands before dinner. This is a right way. If you played with your pet and you have to eat the dinner, you have to be very careful. So you have to wash your hands properly. അതെപ്പോഴും ചെയ്യേണ്ടതാണ്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പെറ്റുമായിട്ട് കളിച്ച് കഴിഞ്ഞ ശേഷം അങ്ങനെ വന്ന് ഫുഡ് കഴിക്കരുത്. കൈ പ്രോപ്പറായിട്ട് സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ടേ നമ്മളുടെ ഡിന്നറാണെങ്കിലും മീലാണെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റം ആണെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ യു ഹാവ് ടു വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി. നെക്സ്റ്റ്, ഐ മസ്റ്റ് ഈറ്റ് ഫാസ്റ്റ്, ഐ വോണ്ട് ടു പ്ലേ. അത് നമ്മളുടെ കുട്ടികളിൽ സാധാരണമായി കാണാറുള്ളതാണ്. എനിക്ക് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞ് ധൃതിയിൽ വേഗം കുറേ വാരി വലിച്ചങ്ങോട്ട് കഴിച്ചിട്ട് കളിക്കാൻ ഓടുക. ഇറ്റ് ഈസ് എ വെരി 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 റോങ് മെത്തേഡ് അല്ലേ? അത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഹാം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പറായിട്ട് ച്യൂ ചെയ്തിട്ട് യു ഹാവ് ടു ടേക്ക് ഇനഫ് ടൈം ആൻഡ് ഈറ്റ് സ്ലോലി ഫോർ ദ പ്രോപ്പർ ഡൈജഷൻ. Okay, so you have to put wrong there. Next one, I cannot wait to eat this delicious apple. Yes, അത് നിങ്ങൾ റോങ് തന്നെ ഇടണം. ഹി കനോട്ട് വെയിറ്റ് എന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്തേ പറ്റൂ. ആപ്പിൾ നന്നായിട്ട് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് ച്യൂ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കണം. സോ യു ഹാവ് ടു പുട്ട് റോങ് ദർ. ദിസ് ബോയ് ഈസ് തിങ്കിങ് wrong way. Next, I am so thirsty but I don't want to miss football coaching. I will drink water. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തേഴ്സ്റ്റിയാണ്, എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. സോ തേഴ്സ്റ്റി ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ഫുട്ബോൾ കോച്ചിങ്. ഐ വിൽ ഡ്രിങ്ക് വാട്ടർ ലേറ്റർ. എനിക്ക് വെള്ളം കുടിക്കാൻ നല്ലോണം ദാഹിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫുട്ബോൾ കോച്ചിങ് എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ വെള്ളം പിന്നെ കുടിക്കാം. ഈസ് ഇറ്റ് എ റൈറ്റ് വേ? നോ, യു ഹാവ് ടു പുട്ട് റോങ് ദർ. Next one,
Oh no, I need to use the toilet, but I am scared to ask my teacher during class. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ യൂറിനേറ്റ് ചെയ്യണമെന്ന് അതിയായ തോന്നലുണ്ട്, പക്ഷേ ഞാൻ ടീച്ചറോട് ചോദിക്കാൻ പേടിച്ചിട്ടിരിക്കുകയാണ്. Is it a right way? No, you should not stop your urine. If you have that much urge, you have to go and urinate properly. So you have to ask the teacher that you have to, may I go to toilet like that? You people are asking frequently, isn't it? അത് നല്ലൊരു മീൻസ് അത്ര അർജൻ്റ് ആണെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് പോവുക തന്നെ വേണം. യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് യുവർ യൂറിൻ. സോ യു ഹാവ് ടു പുട്ട് റോങ് ദർ. ദിസ് ബോയ് ഈസ് തിങ്കിങ് വെരി റോങ് വേ. Suggest 2 more ways to keep your digestive and excretory system healthy. പിന്നെ 2 വേ കൂടെ പറയുക, ഡൈജസ്റ്റീവ് സിസ്റ്റവും എക്സ്ക്രീറ്ററി സിസ്റ്റവും ഹെൽത്തി ആയിരിക്കാൻ. സോ യു ഹാവ് ടു റൈറ്റ് ഡ്രിങ്ക് വാട്ടർ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. നെക്സ്റ്റ് വൺ, ഈറ്റ് ഓൺലി ക്ലീൻ ആൻഡ് ഹൈജീനിക് ഫുഡ്. Next, take page number 106, Pink of Health. Miss Pink 2 has all the answers. She is our expert on food, nutrition and good health. Ask her your questions and live well. So first column, Dear Pink 2, I think my stomach is upset. I shared some potato chips with a friend after football class 2 days ago. After a while, my stomach started to feel funny, but I ignored it and ate a spicy cheese pizza yesterday. Now I feel very sick. What do I do? From Crummy Tummy. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഡിയർ ക്രമ്മി ടമ്മി, ഡിഡ് യു വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ ഫുട്ബോൾ ക്ലാസ്? If you ate with dirty hands, you may have swallowed the germs on your hands along with the chips. When you have an upset stomach, avoid eating dairy products and spicy food. These are more difficult to digest. Eat simple food that is soft and easy to digest. Drink plenty of water. If you don't feel better, see a doctor. അപ്പോൾ പിങ്ക് ടൂൻ്റെ അടുത്ത് ചോദിച്ചു അല്ലേ, അവൻ ചോദിച്ചു പൊട്ടറ്റോ ചിപ്സ് കഴിച്ചു ഫുട്ബോൾ കളി കഴിഞ്ഞ് വന്ന ശേഷം, പിന്നെ എന്ത് കഴിച്ചു? നെക്സ്റ്റ് ഡേ ചീസ് പിസ്സ കഴിച്ചു. അപ്പോൾ അവൻ എന്താണ് ഇപ്പോൾ ഫുള്ളും സിക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ ആവുന്നത്? അപ്പോൾ റിപ്ലൈ എന്താണ് പറയുന്നത്? യെസ്, കളിച്ച് കഴിഞ്ഞ് വന്ന ശേഷം നീ കൈ കഴുകിയോ? നീ കഴിച്ച പൊട്ടറ്റോ ചിപ്സിൻ്റെ കൂടെ നീ ജേംസ് കൂടെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ അൺഹൈജീനിക് ആയിട്ടുള്ള ഹാൻഡ്സ് കൊണ്ടാണ് നീ ആ ഫുഡ് കഴിച്ചത്. അത് ഒരു റീസൺ. നെക്സ്റ്റ്, നീ അവോയ്ഡ് ചെയ്യണം, ഈ ഡയറി പ്രോഡക്ട്സ് ഒന്നും അധികം കഴിക്കരുത്, ചീസ് പിസ്സ ഒക്കെ. യു ഹാവ് ടു പ്രാക്ടീസ് ഈറ്റിംഗ് സിമ്പിൾ ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. then you will be all right. അപ്പോഴും നിനക്ക് അൺഈസിനെസ് ഫീൽ ചെയ്യേണ്ടി. Pink 2, last night I attended a carnival and ate ice golas, ice lollipops and fried rice there. This morning I noticed that my urine had a bluish green color to it. Is something wrong? പിന്നെ ചോദിക്കുന്ന നെക്സ്റ്റ് ഡൗട്ട് എന്താ വെച്ചാൽ, ലാസ്റ്റ് നൈറ്റ് ഞാനൊരു കാർണിവലിന് പോയ സമയത്ത് ഞാൻ അവിടെ ഐസ് ഗോളാസ് കഴിച്ചു. ഐസ് ഗോളാസ് എന്ന് പറയുന്നത് ഐസ് കൊണ്ടുള്ള ലോലിപോപ്പ് കഴിച്ചു, ഫ്രൈഡ് റൈസും കഴിച്ചു. പക്ഷേ മോർണിംഗ് ഞാൻ യൂറിൻ പാസ് ചെയ്തപ്പോൾ മൈ യൂറിൻ വാസ് ബ്ലൂയിഷ് ഗ്രീൻ കളർ. അപ്പോൾ ഇതെന്തെങ്കിലും റോങ് ആണോ? So the answer is, dear Blue Pea, it's a good habit to observe the color of your urine. It is a great way to make sure your body is functioning properly. Did you eat blue colored golas? The blue color in the urine may have come from the blue food coloring which may have been used in the golas. If not notice your urine for a day or two, if the color persists, I recommend that you to see a doctor. അപ്പോൾ നീ ചെയ്തത് ഏറ്റവും നല്ല നിൻ്റെ യൂറിൻ്റെ കളർ ഡിഫറൻസ് നിനക്ക് മനസ്സിലായത്. അപ്പോൾ നീ കഴിച്ച ഐസ് ഗോളയിൽ എന്ത് കളറായിരിക്കും? ബ്ലൂ കളറായിരിക്കും. അതാണ് ആ ഫുഡ് കളറ് നിൻ്റെ യൂറിനിൽ കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നീ 2 ദിവസം കൂടി നോക്കുക. ഇഫ് യുവർ യൂറിൻ ഈസ് പ്രോപ്പർ പെയിൽ യെല്ലോ, ദെൻ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് യു ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ.
Okay, so these are the measures which we have to follow to keep our digestive and excretory organs properly. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. Eat simple food, chew the food properly, and you have to notice your urine color always. പിന്നെ കറക്റ്റ് ഇൻ്റർവെൽസിൽ യൂറിനേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും എക്സ്ക്രീറ്ററി സിസ്റ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കും. ഓക്കെ, so there is an activity, that is activity 4B in your companion. If you are possible to do, you can do it, otherwise you just skip it. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ടീം ആവണം, പിന്നെ അതിൽ കുറേ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് നമുക്കിപ്പോൾ സ്കൂൾ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്കതിപ്പോൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ചെയ്ത് നോക്കാമായിരുന്നു. സോ ഇഫ് യു ക്യാൻ ഡു, അതർവൈസ് യു സ്കിപ്പ് ഇറ്റ്. ഓക്കെ, സോ നൗ യു ക്യാൻ ഐഡൻറ്റിഫൈ ദ ഹാബിറ്റ്സ് ദാറ്റ് ആർ യൂസ്ഫുൾ ഓർ ഹാംഫുൾ ടു അവർ ഡൈജസ്റ്റീവ് ഹെൽത്ത് ആൻഡ് excretory system. Purpose: ways to improve our digestion and maintain a healthy excretory system. So today we have discussed how our digestive system and excretory system can keep healthy functioning. അല്ലേ? അപ്പോൾ so for that we have to eat our food at regular intervals, regular time fix ചെയ്തിട്ട് വേണം നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈറ്റ് യുവർ ഫുഡ് ബൈ പ്രോപ്പർ ച്യൂയിങ്. ഓക്കെ, അങ്ങനെ ഫുഡ് ഈസി ആയിട്ട് സ്വോളോ ചെയ്തിട്ട് കഴിക്കരുത്, ആ ഒരു പ്രാക്ടീസ് വേണ്ട. സോ ച്യൂ യുവർ ഫുഡ് പ്രോപ്പർലി, then only your digestive system will work properly. And drink plenty of water. Okay, and one more thing, urinate at proper intervals. അപ്പോൾ ഇത്രയും നമ്മൾ വെള്ളം സഫീഷ്യൻ്റായി കുടിച്ചു, നമ്മൾ ഫുഡും സിമ്പിൾ ഫുഡ് കാര്യങ്ങൾ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റവും പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടും ഫങ്ഷൻ ചെയ്യും. സോ വി ക്യാൻ കീപ്പ് അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻ എ ഹെൽത്തി വേ. ഓക്കെ, so I hope that you have understood this chapter thoroughly. So you have to read the content 2 times or 3 times and read well. എന്നാൽ തന്നെ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. In this chapter you have lot of new words are there, that everything you have to write and practice, pronounce it well, and you have to study well. So read the content 3 times at least. Okay, so by this I am concluding this chapter and will see you in the next class. Till then, bye bye, take care.